ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്മാർഗം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ഖാത്തമുൻ നബീൻ എന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ് ഖാത്തമുൻ നബീൻ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമും തിരു സഹാബത്തും പൂർവ്വകാല മഹാത്മാക്കളും നല്ലപോലെ മനസ്സിലാക്കിയവരായിരുന്നു. ദൗർഭാഗ്യവശാൽ വർത്തമാനകാല മുസ്ലിങ്ങൾ ഖാത്തമുൻ നബീൻ എന്ന പദത്തിന് പ്രവാചകന്മാരുടെ അന്ത്യനെന്നും അവസാനത്തെ പ്രവാചകനെന്നും ഒക്കെ അർത്ഥം കൊടുത്തു വരാറുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഈ ഒരു അർത്ഥത്തെ ഉൾക്കൊള്ളുകയോ പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളിൽ നിന്നും വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തിരുനബിക്കുള്ള ശ്രേഷ്ഠതയാണെന്നാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയാണ് ഇന്ന് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. പതിവ് പോലെ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി മുഹമ്മദ് അഹമ്മദ് സാഹിബാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ആഗതനാവുമെന്നും അദ്ദേഹം തൻ്റെ അനുധാവനത്തിലൂടെ ആയിരിക്കും ആ പ്രവാചകത്വമാകുന്ന സ്ഥാനം കരഗതമാകുകയെന്നും വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ്. ഇത്രയൊക്കെ ആയിട്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖാത്തമുൻ നബീൻ എന്ന ശ്രേഷ്ഠ സ്ഥാനത്തെ അന്ത്യപ്രവാചകൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാനാണ് മുസ്ലിങ്ങൾ ദൃഷ്ടരാകുന്നത്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. ഖാത്തമുൻ നബീൻ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറയുമ്പോൾ ഖുർആൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആൾ ലിയുബയ്യിന ലഹും, അത് ജനങ്ങൾക്ക് വിശദീകരിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കണം. അപ്പോൾ ഖാത്തമുൻ നബീൻ എന്നതിന് 2 അർത്ഥങ്ങൾ നൽകാവുന്നതാണ്. ഒന്ന്, നബിമാരുടെ മുദ്ര എന്ന അർത്ഥത്തിൽ പ്രവാചകന്മാരുടെ തൻ്റെ ഉമ്മത്തിൽ വരുന്ന പ്രവാചകൻ്റെ പ്രവാചകത്വത്തിന് അംഗീകാരം നൽകുന്ന, മുദ്ര നൽകുന്ന പ്രവാചകൻ, സാക്ഷ്യപ്പെടുത്തുന്ന പ്രവാചകൻ. മറ്റൊന്ന് ആലങ്കാരികമായ അർത്ഥമാണ്. ആലങ്കാരികമായ അർത്ഥത്തിൽ പ്രവാചകത്വത്തെ അവസാനിപ്പിക്കുന്ന എന്ന അർത്ഥവും വരുന്നുണ്ട്. ഈ 2 അർത്ഥവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വാക്കുകളിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൽ നാം അത് കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. നുബുവത്തിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, മുബശ്ശിറാത്ത് ഒഴികെ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി, ലം യബ്ഖ മിനൻ നുബുവത്തി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പകുതി നുബുവത്ത് അവശേഷിക്കാത്ത ഒരു നുബുവത്തിനെ കുറിച്ച് പറയുന്നു. അത് അവസാനിപ്പിക്കുന്ന പ്രവാചകൻ എന്ന അർത്ഥത്തിൽ അതിൽ ഉൾപ്പെടുന്നു. അതേസമയത്ത് തുടർന്ന് ഉള്ള നുബുവത്തിനെക്കുറിച്ച്, അതായത് സാക്ഷ്യപ്പെടുത്തുന്ന എന്ന അർത്ഥത്തിന്, വരുന്ന പ്രവാചകനെ സാക്ഷ്യപ്പെടുത്തുന്ന എന്ന അർത്ഥത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം, ഇല്ലൽ മുബശ്ശിറാത്ത്, മുബശ്ശിറാത്ത് ഒഴികെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുബശ്ശിറാത്ത് അല്ലാത്ത പ്രവാചകത്വം അവസാനം. അതിനുദാഹരണമായി ലം യബ്ഖ മിനൽ മാലി ഇല്ലൽ ഫില്ലത്തി, അല്ലെങ്കിൽ ലം യബ്ഖ മിനൽ മാലി ഇല്ല സഹബി എന്ന് പറയുകയാണെങ്കിൽ സ്വത്തിൽ, ധനത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല, വെള്ളി ഒഴികെ അല്ലെങ്കിൽ സ്വർണ്ണമൊഴികെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമോ വെള്ളിയോ അവശേഷിക്കുന്നത് ധനത്തിൽ ഉൾപ്പെട്ടതാണ്, അതിൻ്റെ പുറത്തല്ല എന്ന് വ്യക്തമാകും. ധനമാണ്. അപ്പോൾ നുബുവത്തിൽ അവശേഷിക്കുന്നില്ല, മുബശ്ശിറാത്ത് ഒഴികെ എന്ന് പറയുമ്പോൾ മുബശ്ശിറാത്ത് അതിൽ ഉൾപ്പെട്ടതാണ്. മുബശ്ശിറാത്ത് മറ്റൊന്നല്ല, അത് നുബുവത്ത് തന്നെയാണ്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അതായത് നബിയുള്ള എന്ന് ആവർത്തിച്ച് 4 പ്രാവശ്യം പറഞ്ഞതായി മുസ്ലിമിൽ നാം ഹദീസ് കാണുന്നു. ആ നുബുവത്ത് മുബശ്ശിറാത്താകുന്ന നുബുവത്താണ്
ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തരത്തിലുള്ള നുബുവത്ത് അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്, അത് ആലങ്കാരികമായിട്ടാണ്. അത് ശരീഅത്തോടു കൂടിയുള്ള നുബുവത്താണ് എന്ന് മറ്റ് പല നിലയിലും നാം വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഉദാഹരണമായിട്ട് ശരീഅത്ത് പരിപൂർണമായിരിക്കുന്നു എന്ന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറയുന്ന ആയത്തെ, ഇന്നേ ദിനം നിങ്ങൾക്ക് ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ചൊൽത്തിനെ, ഈ പ്രബോധനത്തെ, ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന്. ഒരു സംഗതി പൂർത്തിയാവുകയും അതിൻ്റെ സംരക്ഷണ ചുമതല അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് പിന്നീട് വരുന്നില്ല. നുബുവത്തിൻ്റെ അംശങ്ങളിൽ ഒരു പ്രധാന അംശമാണ് ശരീഅത്ത് എന്നുള്ളത്. ആ ശരീഅത്തിൻ്റെ അംശം ഇവിടെ പൂർത്തീകരിക്കുകയും അതിൻ്റെ സംരക്ഷണ ബാധ്യത അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് അത് അവസാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. അതേസമയത്ത് അതിനെ വിശദീകരിക്കുന്ന പ്രവാചകത്വം, ആ ശരീഅത്തിൻ്റെ വിശദീകരണത്തോടു കൂടി നുബുവത്ത് വരുമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ രണ്ട് കാര്യത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സംക്ഷിപ്തമായിട്ട് ഒരു വാക്ക് 6 പദങ്ങൾ കൊണ്ട് ലം യബ്ഖാ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്, മുബശ്ശിറാത്ത് ഒഴികെ ബാക്കി നുബുവത്തിലൊന്നും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ പകുതിയും പഠിക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതായി നിവേദനങ്ങളിൽ കാണപ്പെടുന്നത് ഖൂലു ഇന്നഹു ഖാതമുൽ അംബിയ വലാ തഖൂലു ലാ നബിയ ബഅദഹു. അതായത് നിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശ്രേഷ്ഠ പ്രവാചകൻ, അതായത് ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞുകൊള്ളുക, പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി ശേഷം നബിയില്ല എന്ന് പറയരുത് എന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബാക്കൾ, എന്തിനധികം ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പോലും മനസ്സിലാക്കിയത് ഒരിക്കലും തന്നെ ഖാത്തമുൻ നുബുവത്ത് എന്നുള്ള പദം നുബുവത്ത് കൊട്ടിയടയ്ക്കുന്നതിനുള്ള വാദലല്ല എന്നാണ്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുമ്പോൾ ദീനിൻ്റെ പകുതി പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച അധ്യാപികയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം, ഈ ഹദീസ്, പിന്നെ ഈ വാക്ക് അസർ എന്നതിന് സാധാരണ ഇതിൽ പറയുന്നത്, ഈ വചനം ദുറുൽ മൻസൂറിലും തക്മില മജ്മുൽ ബിഹാറിലും രേഖപ്പെട്ട് കിടക്കുന്ന വചനമാണ്. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കാലഘട്ടത്തിൽ തന്നെ, ആദ്യ കാലഘട്ടത്തിൽ തന്നെ നുബുവത്ത് ഒരു തരത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ ഇനി പ്രവാചകൻ ഉണ്ടാവുകയില്ല എന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതിനെ തിരുത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഖുലു ഇന്നഹു ഖാത്തമുൽ അംബിയ, നിങ്ങൾ പറയുക അദ്ദേഹം പ്രവാചകന്മാരുടെ മുദ്രയാണ്, ഖാത്തമുൽ അംബിയ എന്ന് പറയുക, പക്ഷേ അദ്ദേഹത്തിന് ശേഷം പ്രവാചകനില്ല എന്ന് പറയരുതെന്ന്. ഇത് തന്നെയാണ് പണ്ഡിതന്മാർ, അതായത് പൂർവ്വകാല റബ്ബാനിയായിട്ടുള്ള, അതായത് ദൈവിക ജ്ഞാനം ലഭിച്ചിരുന്ന, ആത്മജ്ഞാനം ലഭിച്ചിരുന്ന, പിന്നെ അള്ളാഹുവിൽ നിന്ന് അറിവ് ലഭിച്ചിരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളും അതേപോലെ ഇഷ്ടം പോലെ നമ്മുടെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലും അതേപോലെ മറ്റ് ഗ്രന്ഥങ്ങളിലും ഖത്തമുൻ നുബുവത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ ശരീഅത്തോടു കൂടിയുള്ള നുബുവത്ത് അവസാനിച്ചിരിക്കുന്നുവെന്നും മറ്റൊരു നുബുവത്ത്, മുബശ്ശിറാത്താകുന്ന നുബുവത്ത്, അതല്ലെങ്കിൽ ശരീഅത്തില്ലാത്ത, ശരീഅത്തോടുകൂടെ അല്ലാത്ത ഒരു നുബുവത്ത് ഇനിയും തുടരുമെന്നും പല മുഫസ്സിരീങ്ങളും അതേപോലെ പൂർവ്വകാല സൂരികളായ പണ്ഡിതന്മാരും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി ഷാ വലിയുല്ലാ സാഹിബ് മുഹദ്ദസ് ദഹ്ലവി പറഞ്ഞതായി തഫീമാത്ത് ഇലാഹിയയിൽ നാം വായിക്കുന്നു. ഖുത്തിമ ബിഹിൻ നബിയൂൻ, അദ്ദേഹം മുഖേന, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നബിമാർ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഐ ലാ യുജദു മയമുറുഹുല്ലാഹു സുബ്ഹാനഹു ബിത്തശ്രീ അലന്നാസ്. അതിൻ്റെ അർത്ഥം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ശരീഅത്തോടു കൂടിയുള്ള പ്രവാചകൻ ജനങ്ങളിലേക്ക് നിയോഗിക്കുകയില്ല അള്ളാഹു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു മറ്റൊരു പ്രവാചകനെ ശരീഅത്തോടു കൂടി ഇനി നിയോഗിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഷാ വലിയുല്ലാ സാഹിബ് മുഹദ്ദസ് ദഹ്ലവി പറയുന്നു, തഫീമാത്ത് ഇലാഹിയിൽ പറയുന്നു. ഇതേപോലെ തന്നെ അൽ ഇൻസാനുൽ കാമിൽ എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥം, അത് സയ്യിദ് അബ്ദുൽ കരീം ജീലാനിയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഫൻഖത ഹുക്മുൻ നുബുവത്തി തശ്രീ ബാദഹു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നുബുവത്തു തശ്രീ, ശരീഅത്തോടു കൂടിയുള്ള നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു. വകാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തമുൻ നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനായി വന്നു. ലി അന്നഹു ജാ ബിൽ കമാലി വലം യജി അഹദും ബിദാലിക്, അദ്ദേഹം, അതിൻ്റെ അർത്ഥം, അതായത് ശരീഅത്തോടു കൂടിയുള്ള അവസാനത്തെ പ്രവാചകൻ വന്നു എന്നതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീൻ ആയി എന്ന് എൻ്റെ അർത്ഥം അദ്ദേഹം പരമോന്നത പദവികളുമായിട്ട്, അതിൻ്റെ ശ്രേഷ്ഠതകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആ വിധത്തിലുള്ള
പരമോന്നത പദവികളും ശ്രേഷ്ഠതയും മറ്റൊരാളും കൊണ്ടുവന്നിട്ടില്ല. ആ ശരീഅത്തും ആ വിധത്തിൽ സമ്പൂർണ്ണമായിരുന്നു. ആ നിലയിലും ഖാത്തമുൻ നബീൻ എന്നുള്ള അർത്ഥം നൽകാമെന്നാണ്. മാത്രമല്ല അല്ലാമ മുഹമ്മദ് ഖാസിം നാനൂത്വി അദ്ദേഹം തന്നെ തഹസീർ നാസിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, അവാം കെ ഖയാൽ में तो रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का ख़ातम होना बाई माने है कि आपका ज़माना अम्बिया साबिका के ज़माने के बाद है. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖാത്തമുൻ നബീൻ എന്നുകൊണ്ടുള്ള വിവക്ഷ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് മുൻകാല പ്രവാചകന്മാർക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം എന്നാണ്. और आप सब में आखिरी नबी हैं, അവസാനത്തെ നബിയാണെന്നും അവർ കരുതുന്നു. मगर अहले फ़हम पर रोशन होगा कि तकद्दुम और ताख़िर ज़मानी में बिज़ात कोई फजीलत नहीं. എന്നാൽ ചിന്താശീലരായ ആളുകൾക്ക്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരിക്കലും തന്നെ കാലഘട്ടം മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയോ സവിശേഷതയോ ഇല്ല എന്ന്. फिर मकाम मदह में वलाकिन रसूलुल्लाह व ख़ातमुन नबीयीन फरमाना इस सूरत में क्यों कर सही हो सकता है. അങ്ങനെയിരിക്കെ വലാക്കിൻ റസൂലുള്ളാഹി ഖാത്തമുൻ നബീൻ എന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? തുടർന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ തഹസീറുൻ നാസിൻ്റെ ഇത് 3-ാമത്തെ പേജിലുള്ളതാണ്. 28-ാമത്തെ പേജിൽ പറയുന്നത്, അഗർ ബിൽ ഫർസ് ബാദ് സമാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം कोई नबी पैदा हो तो फिर भी ഖാത്തിമിയത്തെ മുഹമ്മദി में कुछ फर्क ना आएगा. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം, കാലത്തിന് ശേഷം ഒരു നബി ജനിക്കുകയാണെങ്കിൽ തന്നെ അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖാത്തിമിയത്തിൽ യാതൊരു തരത്തിലുള്ള കോട്ടവും തട്ടിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ അദ്ദേഹം വളരെ രസകരമായിട്ട് പറഞ്ഞ സംഗതി അഹ്ലെ ഫഹം പർ റോഷൻ ഹോഗ. അതെ അതെ, ജ്ഞാനികൾക്ക് ഇക്കാര്യം അറിയാം. അതെ, അതായത് ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്ന അർത്ഥമല്ലാതെ വിവരക്കേടുള്ളവരാണ് ഈ തഖദ്ദുമെ സമാനിയും തഖുറെ സമാനിയും, അതായത് കാലം മുന്തിച്ചു വന്ന ആൾ ശ്രേഷ്ഠനാണ്, കാലം പിന്തിച്ചു വന്ന ആൾ ശ്രേഷ്ഠനാണ് എന്നുള്ള ഈ കാലം കൊണ്ട് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ജാഹിലീങ്ങളാണ് എന്നാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. അതേസമയത്ത് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, വിശുദ്ധ ഖുർആനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്, മഹിത സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ അദ്ദേഹം ശ്രേഷ്ഠനാണ് എന്നുള്ളതിൽ ശരീഅത്തോടു കൂടിയുള്ളൊരു ഉപാധി എന്നല്ലാതെ മറ്റുപാധികളൊന്നുമില്ല എന്ന് അദ്ദേഹം വളരെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ കുർദിസ്ഥാനി പറയുന്നു, ഇന്ന മാന കൗനിഹി ഖാത്തമൻ നബിയിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹുവ അന്നഹു ലായുബഅസു ബഅദഹു നബിയുൻ ആഖറു ബിശരീഅത്തിൻ ഉഖ്റ. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു ശരീഅത്തുമായിട്ട് ആരെയും അള്ളാഹു നിയോഗിക്കുകയില്ല എന്നാണ്. ഇതേപോലെ തന്നെ ഇത് തഖ്രീബുൽ മറാം എന്ന ഗ്രന്ഥത്തിൽ ഈ ഉദ്ധരണി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബ്ദുൽ വഹാബ് ഷിറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഏലം അന്ന മുത്തലഖൻ നുബുവത്ത ലം തർത്തഫി. അറിയുക, നുബുവത്തിൻ്റെ പൂർണ്ണതലത്തിലുള്ള എല്ലാ നുബുവത്തും ഒരിക്കലും അവസാനിച്ചു പോകുന്നില്ല. ഇന്നമർത്തഫാൻ നുബുവത്തി തശ്രി, യഥാർത്ഥത്തിൽ ഇന്നമർത്തഫാൻ നുബുവത്തു തശ്രി, യഥാർത്ഥത്തിൽ തശ്രിയായ നുബുവത്ത്, ശരീഅത്തോടു കൂടിയുള്ള നുബുവത്ത് മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. ഇത് ഒരു നീണ്ട പരമ്പരയാണ്. നാം മുഫസ്സിരിങ്ങളെയും പരതുകയാണെങ്കിൽ ഇഷ്ടം പോലെ അത് കാണാൻ സാധിക്കും. ഖാത്തമുർ റുസുലു ഹുവല്ലദി ലാ യുജദു ബഅദഹു ബി നബിയുൻ മുശർരിൻ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി പുതിയ ശരീഅത്തോട് കൂടിയിട്ടുള്ള ഒരു നുബുവത്ത് വരികയില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഷേഖ് ബാലി ആഫന്തി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേപോലെ വിശദീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അല്ലാമ സിദ്ദീഖ് ഹസൻ ഖാൻ ഭോപ്പാലവി അദ്ദേഹം ഇഖ്തറബത്ത് സായിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഹാ ലാനബി ബാദി ആയ ഹൈ ഇസ്കെ മാനെ നസ്ദീഖ് അഹ്ലെ ഇലം के ये है कि मेरे बाद कोई नबी ഷറ നാസിഖ് ന ലാവേഗ. അതായത് ലാനബിയബാദി എന്ന് വന്നിട്ടുണ്ടെങ്കിലും അത് വിജ്ഞാനികളുടെ പക്കൽ അതിൻ്റെ വിവക്ഷ എനിക്ക് ശേഷം ഒരിക്കലും തന്നെ എൻ്റെ ശരീഅത്തിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ വരുന്നതല്ല എന്നാണെന്ന് അദ്ദേഹം തൻ്റെ ഇഖ്തറബത്ത് സാ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെതിരിലുള്ള പ്രചാരണങ്ങളിൽ പ്രചണ്ഡമായ പ്രചാരം എന്തെന്ന് വെച്ചാൽ മുസ്ലിം ലോകം പറഞ്ഞിട്ടുള്ള അവസാനത്തെ നബി എന്നാണ്. അപ്പോൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള നാം ഇപ്പോൾ വിവരിച്ചിട്ടുള്ള അബ്ദുൽ വഹാബ് ഷിറാനി, ഷാ വലിയുല്ലാഹ് മുഹദ്ദസ് ദഹ്ലവി, അബ്ദുൽ കരീം ജീലാനി, അതേപോലെ ഷേഖ് ബാലി ആഫന്തി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളല്ല എന്നിവർ പറയും. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു മുസ്ലിം വട്ടമുണ്ട്. അത് ഈ വർത്തമാനകാലത്തിൽ വന്നിട്ടുള്ള മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇനി മറ്റൊരു സംഗതി, ഇപ്പോൾ ഇമാം റാസിയെപ്പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ മറ്റുള്ള മുഫസ്സിരിങ്ങൾ, സുയൂത്തി ആവട്ടെ ആരാവട്ടെ, ഈ മുഫസ്സിരിങ്ങളൊക്കെ പ്രവാചകത്വം അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും
അവരുടേതായിട്ടുള്ള വീക്ഷണത്തിൽ പ്രവാചകത്വം അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ശരീഅത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശരീഅത്തിനെക്കുറിച്ച് വിവരിക്കാതെ തന്നെ ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ, അതായത് ഈസബിന് മറിയം പ്രവാചകനായി വരും എന്ന കാര്യത്തിൽ അവർ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ ഖാത്തമൻ നബീന് ശേഷം തൻ്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ, അതായത് മുബശ്ശിറാത്താകുന്ന നുബുവത്തുമായിട്ട് ശരീഅത്ത് ഇല്ലാത്ത പ്രവാചകനായിട്ട് വരുന്നതിൽ തടസ്സമില്ല എന്ന കാര്യത്തിൽ ലോകത്ത് ഇന്നേ വരെ വിരചിതമായിട്ടുള്ള, വർത്തമാനമല്ല പൂർവ്വകാലത്തുള്ള സകല മുഫസ്സിറുകളും യോജിക്കുന്നു. അതിൽ ഒരു ചെറിയ തർക്കമുള്ളത് ആ പ്രവാചകൻ, അതായത് മസീബിന് മറിയം 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈസാ നബിയാണോ അതോ അദ്ദേഹത്തിന് സദൃശനായ ഒരാളാണോ എന്നുള്ള തർക്കമാണ്. ആ തർക്കം പരിഹരിക്കേണ്ടത് ഖുർആനും ഹദീസും വെച്ചുകൊണ്ടാണ്. എന്തിനത് ഇക്കാലഘട്ടത്തിൽ ഖത്തം നുബുവത്തിൻ്റെ വക്താക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന മൗലാന മൗദൂദിയെ പോലുള്ള ആളുകൾ പോലും ഒരു നുബുവത്തിൻ്റെ സാധ്യതയെ തള്ളിക്കളയുന്നില്ല. മാത്രമല്ല നുബുവത്ത് വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണമായിട്ട് അദ്ദേഹം തർജുമാൽ ഖുറാനിൽ പറയുന്നത്, ഖാത്തമുൻ നബീൻ എന്നുള്ള ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അതെ അതെ, അദ്ദേഹം എഴുതുന്നത് എങ്ങനെയാണ്, അക്സർ ലോग ഇക്കാമത്ത് ദീൻ की तहरीक के लिए किसी ऐसे मर्द कामिल को ढूंढते हैं जो उनमें से एक एक शख्स के तस्वुर कमाल का मुजस्सम हो. അതായത് ഈ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ആളുകൾ ഒരു സമ്പൂർണനായ ഒരു മനുഷ്യനെയാണ് അന്വേഷിക്കുന്നത്. അത് അവരുടെ ചിന്താഗതികൾക്ക് അനുസൃതമായി പൂർണ്ണമായും അതിൽ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എല്ലാ നിലയ്ക്കും അതിന് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഉണ്ടായിരിക്കണം. ദൂസര അൽഫാസ് മേ യേ ലോഗ് ദറസൽ നബി കെ താലിബ് ഹെ. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇവർ നബിയെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അഗർച്ച ജബാൻ സെ ഖത്തമുൻ നുബുവത്ത് ഇക്രാ കർത്തെ ഹെ, ഖത്തമുൻ നുബുവത്ത് എന്ന് കൂടെ കൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. और कोई इजराए नुबुवत का नाम भी लेवे तो उसकी ज़ुबान गुद्दी से खींचने के लिए तैयार हो जाते हैं. ഇനി ആരെങ്കിലും ഇജ്രായ നുബുവത്ത് എന്ന് പറയുകയാണെങ്കിൽ, നുബുവത്ത് ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ അവരെ നാവ് പിഴുതെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. മഗർ അന്തർ സെ ഉൻകെ ദിൽ ഏക് നബി മാങ്തേ ഹെ. പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അവരുടെ മനസ്സാക്ഷി ഒരു നബിയാണ് ആവശ്യപ്പെടുന്നത്. അവർ നബി സെ കം പർ റാസി നഹി ഹെ. നബിയിൽ കുറഞ്ഞ ഒന്നിലും അവർ തൃപ്തിപ്പെടുന്നില്ല. അതായത് മൗദൂദി സാഹിബ് നബി വരാൻ പാടില്ല എന്ന് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും നബി വരാൻ പാടില്ല എന്നതിന് വേണ്ടി 16 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നില്ല പുസ്തകത്തിൽ. അങ്ങനെ 16 ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉദ്ധരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി, അദ്ദേഹത്തിൻ്റെ അന്ധകരണം അദ്ദേഹത്തോട് അനുശാസിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു നബിയിൽ കുറഞ്ഞ ഒന്നിലും ഞാൻ തന്നെ തൃപ്തനല്ല. അത് മസീദ് ഇസ്ലാമിൻ്റെ ഒരു വാചകത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണ്, കവിതശകലത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ, ദിൽ ഹമാരെ സാത്ത് ഹെ ഗോ മൂ കരെ ബക് ബക് ഹസാർ. അതായത് എത്ര തന്നെ അവർ ഇതിനെ സംബന്ധിച്ച് വരച്ചുകൊണ്ടിരുന്നാലും അവരുടെ ഹൃദയം നമ്മുടെ കൂടെയാണ്. അപ്പോൾ വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയും അത് പ്രവാചകനായിരിക്കുമെന്ന് ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ 4 പ്രാവശ്യം ആവർത്തിച്ച് ഒരേ സമയത്ത് പറയുകയും ചെയ്യുന്നു. ഈ മുബശ്ശിറാത്താകുന്ന നുബുവത്താണ് തനിക്ക് ശേഷം അവശേഷിച്ചിട്ടുള്ള നുബുവത്ത് എന്ന് പറയുന്നു. ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞാലും നബി വരികയില്ല എന്ന് നിങ്ങൾ പറയരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉപദേശിക്കുന്നു. ഉലമായ ഉമ്മത്തിലുള്ള പൂർവ്വ സൂരികളായിട്ടുള്ള പണ്ഡിതന്മാർ നുബുവത്ത് അവസാനിച്ചു എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ശരീഅത്തോടു കൂടിയുള്ള നുബുവത്താണ് അവസാനിച്ചിട്ടുള്ളത്. അല്ലാത്ത നുബുവത്ത് ഈ ഉമ്മത്തിൽ നിലകൊള്ളുന്നു, അതായത് വരാനുള്ള ഒരു പ്രവാചകൻ ഉണ്ട് എന്ന കാര്യത്തിൽ എല്ലാവരും ഏകോപിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ പൂർവ്വകാല പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ച് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്, ഈ എല്ലാ തരത്തിലുള്ള നുബുവത്തും അവസാനിച്ചു പോയി എന്ന് പറയുന്നത് തീർച്ചയായും വിഡ്ഢികളുടെയും അല്പജ്ഞാനികളുടെയും വിശദീകരണമാണ് എന്നും പൂർവ്വകാല മഹാത്മാക്കൾ വിശദീകരിച്ചു തന്നത് വളരെ വ്യക്തമാണ്. കിതാബ് ഖത്തമുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന അൽ ഹക്കീം അത്തിർമിദി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, യളുന്നു അന്ന ഖാത്തമൻ നബീൻ ആഖിറുഹു മബ്അസൻ. ഖാത്തമൻ നബീൻ എന്ന് പറഞ്ഞാൽ അവസാനമായി നിയോഗിക്കപ്പെട്ട ആളാണെന്ന് പറയുന്നു. ഫ അയ്യി മൻഖബത്തിൻ ഫി ഹാദ ഫ അയ്യി ഇൽമിൻ ഫി ഹാദ. ഇതിൽ ജ്ഞാനപരമായിട്ടുള്ള എന്ത് സംഗതിയാണുള്ളത്, ഇതിൽ എന്ത് പദവിയാണ്, മഹിതസ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാനുള്ളത്. ഹാദ തവീലുൽ ബുൽഹുൽ ജുഹല. ഇത് വാസ്തവത്തിൽ ജാഹിലീങ്ങൾ, ഒരു വിവരമില്ലാത്ത ജാഹിലീങ്ങളുടെ വ്യാഖ്യാനമാണെന്ന്. അപ്പോൾ ജാഹിലീങ്ങളുടെ വ്യാഖ്യാനം, അതായത് അറിവില്ലാത്തവരുടെ ഒരു വ്യാഖ്യാനമാണ് പ്രവാചകൻ വരികയില്ല എന്നുള്ള, ഒരു തരത്തിലുള്ള പ്രവാചകത്വം ഇല്ല എന്നുള്ളത് പൂർവ്വകാല പണ്ഡിതന്മാർ സമ്മതിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനും അത് എടുത്തു പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലും ബുദ്ധിയില്ലാത്ത ആളുകൾ, വിവേകശൂന്യരായ ആളുകൾ
അവർ നുബുവത്തിനെ നിഷേധിക്കുന്നതിന്, തങ്ങളുടെ കാലഘട്ടത്തിലുള്ള നുബുവത്തിനെ നിഷേധിക്കുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം ഇനി ഒരു നബിയും അള്ളാഹു അയക്കുകയില്ല എന്നായിരുന്നു എന്നും വിശുദ്ധ ഖുർആനിലെ സഫീഹുന അവരുടെ പൂർവികരായ ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്തത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുള്ള എന്ന് നാമകരണം ചെയ്ത ആ വാഗ്ദത്ത മസീഹ് താനാണെന്നാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ കവിഞ്ഞ മറ്റൊരു നുബുവത്തിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളും പൂർവ്വകാല മഹാത്മാക്കളുടെ വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നുബുവത്ത് എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെടാനുള്ള വാതിലല്ല എന്നും, മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഫസിൽ അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നും, അള്ളാഹു താൻ ഇച്ഛിക്കുന്നവർക്ക് താൻ ഇച്ഛിക്കുന്ന സമയത്ത് നൽകുന്നുവെന്നും, അങ്ങനെയാണ് തൻ്റെ ഗോപ്യമായ സംഗതികളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരികയും ചെയ്യുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിൽ ആഗതരാകുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്ത മസീഹ് നബിയായിരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുമ്പോൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശ്രേഷ്ഠ പ്രവാചകത്വത്തെ അഥവാ ഖാത്തമുൻ നബീൻ എന്നുള്ള പദം കൊണ്ട് ഇനി നബി വരില്ല എന്ന് പറയുന്നത് തികച്ചും ബുദ്ധിശൂന്യതയാണ്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധിച്ചുള്ള മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.